അയാൾ ആ പൂക്കൾ ചവിട്ടി അരച്ച് അതുവഴി കടന്നുപോയി. തൂത്തുവാരിയെടുത്തവർ അതിനെ കൊണ്ടുചെന്ന് കുപ്പയിൽ തള്ളി. ഭംഗിയായി സൗരഭ്യം പരത്തി നിന്നിരുന്ന ആ പൂക്കൾ കാഴ്ചക്കാർ കണ്ട് ആസ്വദിച്ചിരുന്നു. ചിത്രശലഭങ്ങൾ അതിനു ചുറ്റും വട്ടമിട്ട് പറന്നിരുന്നു. ആ വീടിൻ്റെ മുറ്റം ആ ചെടികളും പൂക്കളും കൊണ്ട് വളരെ ഭംഗിയായിരുന്നു. അങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുമ്പോഴാണ് ഒരു ദിവസം ആരോ ഒരാൾ ആ ചെടിയെ ചവിട്ടിമറിച്ച് നടന്നുപോയി. മറ്റാരോ ആ മറിഞ്ഞു കിടന്ന ചെടിയുടെ പൂവിനെ ചവിട്ടി അരച്ച് കടന്നുപോയി. പലരും അത് കണ്ട് യാത്ര ചെയ്തു. കുറച്ചു നാൾ കൂടി നിന്ന് ആ പൂവിലെ വിത്തൊക്കെ പാകമാക്കി കിട്ടാൻ നോക്കിയിരിക്കുകയായിരുന്നു അതിനെ നട്ടവൻ. അപ്പോഴാണ് അത് അരിഞ്ഞുവാടിയ നിലയിൽ കുപ്പയിലേക്ക് വലിച്ചെറിയപ്പെട്ടത്. മണ്ണിലും കുപ്പയിലും മറഞ്ഞുപോയ ആ ചെടിയും പൂക്കളും മണ്ണിലേക്ക് നാളുകൾ കഴിയും തോറും ചേർന്ന് അമർന്നുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞ് ആ സ്ഥലത്ത് അതേ പൂക്കൾ വിടർന്ന് മനോഹരിതയോടെ നിൽക്കുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? ചെടി പിഴുതയാളും പൂവ് ചവിട്ടിപ്പോയവരും അതിൻ്റെ വേദനയോ ഭാവിയെയോ ചിന്തിച്ചില്ല. പിഴുതാലും താഴെയിട്ട് ചവിട്ടി അരച്ച് നശിപ്പിച്ചാലും അതിനുള്ളിൽ വീണ്ടും കിളിക്കുവാനുള്ള ജീവൻ്റെ അംശം ഉണ്ടെന്നുള്ളത് അവരാരും അറിഞ്ഞതേയില്ല. കുപ്പയിൽ കിടന്ന ആ ചെടി അതിൻ്റെ വിത്തിനെ പതിയെ പതിയെ പാകമാക്കിയെടുത്തു. ആ വിത്തുകൾ മണ്ണിലേക്ക് വീണ്ടും ചേർന്നു. മണ്ണിലെ ഈർപ്പം കൊണ്ട് അത് പിന്നെയും പൊട്ടിക്കിളിർത്തു. മഴയും വെയിലും കിട്ടിയപ്പോൾ വളവും വെള്ളവും ആഗിരണം ചെയ്ത് അത് വളർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ വളർന്ന് വളർന്ന് അതൊരു വലിയ ചെടിയായി. അതിൽ വീണ്ടും പൂക്കൾ വിരിയുവാൻ തുടങ്ങി. മനുഷ്യജീവിതവും ഇതുപോലെയൊക്കെ തന്നെയാണ്. ഈ അനുഭവം നമുക്കുണ്ടായി എന്ന് വരാം. കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ഏതെല്ലാം സംരംഭങ്ങൾ പലരും അടച്ചു പൂട്ടിച്ചു. വളരുവാൻ അനുവദിക്കാതെ എതിരാളികൾ പറിച്ചെറിഞ്ഞ് ചവിട്ടി അരച്ച് കളഞ്ഞു. നിരാശ കൊണ്ടും വേദന കൊണ്ടും നിങ്ങൾ പലപ്പോഴും നീറിയപ്പോൾ അത് കണ്ട് ശത്രുക്കൾ ആസ്വദിച്ചില്ലേ? എല്ലാ വഴികളും അടഞ്ഞപ്പോൾ തളർന്നിരുന്ന ആ വേദനയുടെ അനുഭവങ്ങൾ, പലരുടെയും പരിഹാസങ്ങൾ അമ്പുപോലെ ചങ്കിൽ തറച്ചപ്പോൾ പതറിപ്പോയില്ലേ നിങ്ങൾ ആ പെരുവഴിയിൽ? നീറി നീറി വിങ്ങി വീങ്ങി കരഞ്ഞപ്പോൾ ആരും അറിഞ്ഞില്ല നിങ്ങളുടെ ആ രോധനം. പക്ഷേ നിങ്ങൾ അറിയാത്ത ഒരു കരം നിങ്ങളെ തൂത്തുവാരിയെടുത്ത് തുടർന്ന് കിളിക്കുവാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് എത്തിച്ചു. അങ്ങയുടെ ഉള്ളിലുള്ള പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ, വിശ്വാസത്തിൻ്റെ വിത്തിനെ അത് പാകമാക്കിയെടുത്തു. പൊട്ടിക്കിളിക്കുവാൻ സാഹചര്യമൊരുക്കി. മണ്ണിലേക്ക് വേരുകൾ ഉറപ്പിച്ചു. ഇലകളിൽ മഞ്ഞും മഴയും ചൂടും പകർന്ന് ഭംഗിയോടെ വീണ്ടും വളർത്തി. അന്ന് അനുഭവിച്ച വേദനയിൽ ആരും കൂടെയില്ലാതിരുന്നപ്പോൾ ഇന്ന് പറയുവാൻ സാധിക്കും, മറഞ്ഞിരുന്ന ഒരു കരം എന്നെ താങ്ങി നടത്തുവാൻ കൂടെയുണ്ടായിരുന്നു. രോഗം, നഷ്ടം, കടം, അപമാനം, ഒറ്റപ്പെടുത്തൽ, പിഴുത് നട്ടെടുത്തു നിന്നും പിഴുത് എറിയൽ, അങ്ങനെ എന്തെല്ലാം നിങ്ങൾ അഭിമുഖീകരിച്ചു. അതിനുള്ളിലും ദൈവം എന്നെ ഉയർത്തും എന്നുള്ള ചെറിയ വിശ്വാസത്തിൻ്റെ വിത്ത് ഹൃദയത്തിൽ അങ്ങ് സൂക്ഷിച്ചില്ലേ? അത് ദൈവം കണ്ടു. ആ ദൈവകരമല്ലേ ഇന്ന് ഈ അനുഗ്രഹത്തിൽ എത്തിച്ചത്?
ഇനിയും ഉയർച്ചയിലേക്ക് കയറുവാൻ ദൈവം തമ്പുരാൻ അങ്ങയെ നിങ്ങളെ കുടുംബമായി വ്യക്തികളായി സഹായിക്കട്ടെ. പറിച്ചെറിഞ്ഞതും ചവിട്ടി മെതിച്ചവരും കുപ്പയിൽ ഇട്ടതും നന്നായി. അതെ, അതാണ് സത്യം. ഒന്നുകൂടി നാം നന്നാകുവാൻ, നന്നായി ഫലം കൊടുക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കി. കാറ്റും കോളും മഴയും പ്രതികൂലമായി വരുമ്പോൾ ദൈവകരം ഇനിയും സുരക്ഷിതമായി തീരട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ശുഭ ദിനം നേരുന്നു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു.